ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച. വീണ്ടും കഴിഞ്ഞ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന നടുക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് എത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ ഏകദേശം 404 പേർ മരണപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നൂറുകണക്കിന് തിരിച്ചറിയാനാവാത്ത ആളുകളുടെ മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചത് ശവസംസ്കാരം ചെയ്തു കഴിഞ്ഞു. വളരെ വേദനാജനകമായ ദാരുണമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെ വയനാട്ടിലെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് കൈത്താങ്ങാകുവാൻ നമുക്കിടയാകട്ടെ എന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനു ശേഷമായിട്ട് പലരും വയനാട്ടിലെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുകയുണ്ടായി. അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചു. അവർ വയനാട് കലക്ടറോട് അറിയിച്ചിരിക്കുന്നത് 10 ഭവനങ്ങൾ ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആയിട്ട് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു ഭവനത്തിന് ഏകദേശം 8 ലക്ഷം രൂപ ചെലവ് വരും. അതിന്റെ അകത്ത് 1 ലക്ഷം രൂപയുടെ ഫർണിച്ചറിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ 9 ലക്ഷം രൂപയാണ് ഒരു ഭവനത്തിന് വേണ്ടി ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ പ്രവർത്തകർ കണക്കാക്കിയിരിക്കുന്നത്. അത് ഡോളറിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏകദേശം 10,000-ഓളം ഡോളർ ഒരു ഭവനത്തിനു വേണ്ടി ചെലവാക്കാനായിട്ടാണ് ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരുടെ തീരുമാനം. അതിന്റെ അകത്താണ് നമ്മുടെ സംഭാവനകൾ, നമ്മുടെ സഹായം, നമ്മുടെ കൈത്താങ് ആവശ്യമായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും, ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ വാർത്ത കേൾക്കുന്ന ആർക്കെങ്കിലും ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വാട്സാപ്പിലുള്ള എന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ ഇപ്പോൾ പണം അയക്കരുത്. പണം അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം ദയവായിട്ട് എന്നെ അറിയിക്കുകയാണെങ്കിൽ അത് എങ്ങനെ സുരക്ഷിതമായിട്ട് ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കയ്യിൽ എത്തിച്ചേരാമെന്നും അതെങ്ങനെ സൂക്ഷ്മമായിട്ട് അവിടെ ചെലവഴിക്കാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ദയവായി 8479125578 എന്ന ഫോൺ നമ്പറിൽ ഞാനുമായി നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വാട്സാപ്പിലെ സന്ദേശത്തിലൂടെ ബന്ധപ്പെടുകയോ ചെയ്താൽ ഇതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വയനാടിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി നമുക്കും കൈത്താങ്ങാകാം. അവിടെയുള്ള ജനങ്ങളെ ഓർത്ത് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആതുര സേവന രംഗത്ത് നമ്മുടെ സ്ഥാനവും ഉറപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷിക്കാഗോയിലെ മറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നു. FPCCയുടെ ആഭിമുഖ്യത്തിലുള്ള പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസസ് പ്രാർത്ഥനാ യോഗം അടുത്ത ചൊവ്വാഴ്ച ഓഗസ്റ്റ് മാസം 13-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മണിക്ക് പാസ്റ്റർ ജിജു ഉമ്മന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്നതാണെന്ന് FPCC ഭാരവാഹികൾ അറിയിക്കുന്നു. ICAG സഭയുടെ സെലിബ്രേഷൻ ചർച്ച് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി പ്രവർത്തനം ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ അടുത്ത ശനിയാഴ്ച ഓഗസ്റ്റ് മാസം 17-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4:30 മണിയോടുകൂടെ ജൂബിലി ചർച്ചിൽ വെച്ച് ആരംഭിക്കുന്നതാണ്. അതിന്റെ വിശദമായിരിക്കുന്ന വാർത്തകളും ഫ്ലയറുകളും ഈ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ സമ്മേളനത്തിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ അംഗങ്ങളും പോയി പങ്കെടുക്കണമെന്ന് സഭയുടെ സെക്രട്ടറി ബ്രദർ വർഗീസ് സാമുവലും സീനിയർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, ലീഡ് പാസ്റ്റർ സാംസൺ സാബു എന്നിവർ അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച ഓഗസ്റ്റ് മാസം 17-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4:30 മണിക്ക് മെഡീന സിറ്റിയിലുള്ള ജൂബിലി ചർച്ചിൽ വെച്ചാണ് ഈ ജൂബിലി സമ്മേളനം നടക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ആ മീറ്റിംഗിലേക്ക് സഭാ ഭാരവാഹികൾ സ്വാഗതം ചെയ്യുന്നു. ഷിക്കാഗോ ലേഡീസ് ഫെലോഷിപ്പിന്റെ ഓൺലൈൻ പ്രാർത്ഥനാ യോഗം നാളെ പകൽ 10 മണി മുതൽ 12 മണി വരെ നടത്തപ്പെടുന്നതാണ്. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ സൂസൻ എബ്രഹാം ദൈവവചനം സംസാരിക്കുന്നു. നാളെ രാവിലെ 7:30 മണിയോടെ 2024 MFL മെൻസ് ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ് മൗണ്ട് പ്രോസ്പെക്റ്റിൽ ആരംഭിക്കുന്നുവെന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. പെന്തക്കോസ്ത കമ്മ്യൂണിറ്റിയെ പ്രതികരിച്ച് 1-2 ടീമുകൾ ആ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതാണ്. ഫെലോഷിപ്പ് ത്രൂ ഫുട്ബോൾ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സിറ്റിയിലെ വിവിധ സഭകളുമായി ചേർന്ന് മറ്റ് സമുദായങ്ങളുമായി ചേർന്ന് നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 MFL ടൂർണമെന്റ് നാളെ 1000 നോർത്ത് വൂൾഫ് റോഡ് മൗണ്ട് പ്രോസ്പെക്ട് എന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ്.
IPC ശാലേം സഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഓപ്പൺ എയർ മീറ്റിംഗ് ഡി പാർക്കിൽ വെച്ച് ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടത്തപ്പെടുന്നതാണെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ CC കുര്യാക്കോസ് അറിയിക്കുന്നു. ഷിക്കാഗോ റിവൈവൽ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 23-24 വെള്ളി ശനി ദിവസങ്ങളിൽ സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നുവെന്ന് ഷിക്കാഗോ റിവൈവൽ മീറ്റിംഗിന്റെ പ്രസിഡന്റ് പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് അറിയിക്കുന്നു. ഈ സമ്മേളനം ഡോക്ടർ ടൈറ്റസ് സീപ്പൻ ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ സണ്ണി മാത്യു, പാസ്റ്റർ സാമുവൽ ചാക്കോ, പാസ്റ്റർ ജോസ് വർഗീസ്, പാസ്റ്റർ സാംസൺ സാബു, സിസ്റ്റർ ബിനു പ്രവീൺ എന്നിവരായിരിക്കും ഈ വർഷത്തെ ഷിക്കാഗോ റിവൈവൽ മീറ്റിംഗിൽ ദൈവവചനം സംസാരിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി കൊടുക്കുകയും ചെയ്യുന്നത്. ഈ സമ്മേളനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ്, ബ്രദർ ജോയൽ ഷാജി, ബ്രദർ സ്റ്റീഫൻ ജോർജ് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. IPC ഫാമിലി കോൺഫറൻസ് ഇന്നലെ ബോസ്റ്റണിൽ ആരംഭിച്ചു. നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന സംയുക്ത ആരാധനയോടെ IPC കോൺഫറൻസ് സമാപിക്കുന്നതാണ്. ഇതോടുകൂടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വയനാട്ടിലെ വേദനപ്പെടുന്ന കഷ്ടപ്പെടുന്ന സമൂഹത്തിന് ഒരു കൈത്താങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ നിങ്ങളുടെ സഹായം അവിടെ എത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ദയവായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ എന്റെ ഫോൺ നമ്പറിൽ 8479125578 എന്ന ഫോൺ നമ്പറിലോ വാട്സാപ്പ് മെസ്സേജിലൂടെയോ ഞങ്ങളുമായി ബന്ധപ്പെടുക. അതിനുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അടുത്ത ആഴ്ച വരെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ